ഹൂതി ആക്രമണത്തെ ഭയന്ന് യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ മുക്കിയ കപ്പലിൽ മലയാളി ജീവനക്കാരനുമുണ്ടെന്ന് വിവരം. കായംകുളം പത്തിയൂർ സ്വദേശി അനിൽകുമാറിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം ഇന്ത്യൻ എംബസിയെ സമീപിച്ചു. 10 ദിവസം മുൻപാണ് അപകടം നടക്കുന്നതെന്നും എന്നാൽ വിവരം കുടുംബത്തെ അറിയിക്കാൻ വൈകിയതായും ഭാര്യ ശ്രീജ പറഞ്ഞു. എനിക്ക് ഇന്നലെ എംബസിയിൽ നിന്നാണ് ഒരു കോൾ വന്നിരിക്കുന്നത്. ഹസ്ബൻഡ് ഷിപ്പ് അവർ ഹൂതികൾ അറ്റാക്ക് ചെയ്തിരുന്നു. ആ ഷിപ്പിലുണ്ടായിരുന്ന കുറേ പേര് ആ സമയത്ത് തന്നെ അറ്റാക്ക് സമയത്ത് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറച്ച് പേര് ഹൂതികളുടെ കസ്റ്റഡിയിലാണെന്നും. പക്ഷേ ഹസ്ബൻഡ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ഈ ഹൂതികളുടെ കസ്റ്റഡിയിലുണ്ടോ എന്ന് പോലും അറിയില്ല. അതിനകത്ത് ഇന്ത്യക്കാരനുണ്ടോയെന്നും ഈ കസ്റ്റഡിയിൽ എടുത്തവരുടെ നാഷണാലിറ്റി ഒന്നും ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ലെന്നാണ് എംബസിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റിയത്. വിവരങ്ങളുമായി ദേവൻ MP നമുക്കൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, ദിവസങ്ങൾക്ക് മുൻപാണ് യമനിലെ ഹൂതി വിമതർ ഈ കപ്പൽ ആക്രമിക്കുകയും മുക്കുകയും ചെയ്തിട്ടുള്ളത്. കുറച്ചുപേരെ ഇവർ ബന്ദികളാക്കി വെച്ചു അല്ലെങ്കിൽ പിടിച്ചെടുത്തു എന്ന വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊന്നും കുടുംബത്തിന് വിവരം ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ എംബസിയുമായി ഇക്കാര്യം ബന്ധപ്പെടുന്നില്ലേ? വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭിക്കുന്നുണ്ടോ? വിനിൽ, ഈ മാസം 7-ാം തീയതിയാണ് എറ്റേണിറ്റി സി എന്ന ഗ്രീക്ക് ചരക്ക് കപ്പലിനെതിരെ ഈ ചെങ്കടലിനടുക്ക്, അതായത് ഹുദൈദ തുറമുഖത്തിന്, യമനിലെ ഹുദൈദ തുറമുഖത്തിന് സമീപം വെച്ചിട്ട് ഈ ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കപ്പലിൽ 29 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 മലയാളികളുണ്ടായിരുന്നു. തിരുവനന്തപുരം സ്വദേശി അഗസ്റ്റിനും ഒപ്പം തന്നെ കായംകുളം സ്വദേശി, ആലപ്പുഴ കായംകുളം സ്വദേശി അനിൽകുമാറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഈ 29 ജീവനക്കാരിൽ ഈ ക്യാപ്റ്റനും ഒപ്പം തന്നെ ഈ മലയാളികളും അടക്കം നിരവധി ജീവനക്കാർ ഈ ആക്രമണം ഉണ്ടായപ്പോൾ ലൈഫ് ജാക്കറ്റ് എടുത്ത് കടലിലേക്ക് ചാടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഈ റഷ്യൻ സ്വദേശിയായിട്ടുള്ള ക്യാപ്റ്റനും ഒപ്പം തന്നെ തിരുവനന്തപുരം സ്വദേശി പാറശാല സ്വദേശിയായിട്ടുള്ള അഗസ്റ്റിനുമാണ് ഈ കൂട്ടത്തിൽ നീന്തി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ട അനിൽകുമാറിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഏകദേശം 10 ദിവസത്തോളം പിന്നിടുന്നു ഇത്തരത്തിൽ ഈ ആക്രമണം നടക്കുകയും അതിനുശേഷം അനിൽകുമാറിനെ കാണാതാവുകയും ചെയ്തിട്ട്. ഇതിൽ 9 പേരെ ഈ ഹൂതി വിമതർ ഇപ്പോൾ പിടിച്ചു വെച്ചിട്ട് അവരുടെ തടവിലുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ കപ്പലിൽ നിന്നും ചാടി രക്ഷപ്പെട്ട അനിൽകുമാറിനെ പിന്നീട് ഈ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ കണ്ടുകിട്ടുകയോ അല്ലെങ്കിൽ ഈ പിടിച്ചു വെച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഈ സംഭവം നടന്ന് ഈ 7-ാം തീയതി ആക്രമണം നടക്കുന്നതിന്റെ തലേ ദിവസം 6-ാം തീയതിയാണ് അനിൽകുമാർ അവസാനമായി വീട്ടുകാരുമായി സംസാരിക്കുന്നത്. 7-ാം തീയതി ഈ ആക്രമണം നടന്നതിന് ശേഷം ഈ 10 ദിവസം പിന്നിട്ട ശേഷമാണ് ഇന്ത്യൻ എംബസിയിൽ നിന്നും ഇത്തരത്തിൽ ഈ കുടുംബത്തെ ഈ കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായതായും അതിൽ അനിൽകുമാർ ഉൾപ്പെട്ടിരുന്നതായുമുള്ള വിവരം അറിയിക്കുന്നത്. എന്നാൽ ഈ 10 ദിവസത്തോളം വൈകിയത് എന്താണെന്നുള്ളൊരു കാര്യമാണ് ഈ കുടുംബം ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, ഈ ആക്രമണം നടന്ന ശേഷം ആ മേഖലയിൽ നേവിയുടെയും എല്ലാം തന്നെ സഹായത്തോടെ നടത്തിയ തിരച്ചിലും ഈ മറ്റ് ജീവനക്കാരെയൊന്നും കണ്ടുകിട്ടാനായി സാധിച്ചിരുന്നതുമില്ല. ഏതായാലും ഇപ്പോൾ ഈ 10 ദിവസം പിന്നിടുമ്പോൾ ഇനി ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരത്ത് ഈ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അഗസ്റ്റിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലുമാണ് കുടുംബം. അതിന്റെ കൂടി വിവരങ്ങൾ ലഭിച്ച ശേഷം ജനപ്രതിനിധികളുടെയും ഒപ്പം തന്നെ നിയമത്തിന്റെയും എല്ലാം സഹായത്തോടു കൂടി തന്നെ ഈ കാണാതായ കായംകുളം സ്വദേശി അനിൽകുമാറിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ തന്നെയാണ് കുടുംബം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഇന്ത്യൻ എംബസിയുടെ സഹായം തേടുകയാണ് ഇപ്പോൾ. തീർച്ചയായും വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും അനിൽകുമാറിനെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അനിൽകുമാറിന് വേണ്ടി ഉള്ള തിരച്ചിൽ അല്ലെങ്കിൽ അനിൽകുമാറിനെ അന്വേഷിക്കണം ഇന്ത്യയുടെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദേവൻ MP.